മലബാർ മേഖലയിൽ പാചകവാതക പ്രതിസന്ധി രൂക്ഷം. നിരക്ക് വർധന ആവശ്യപ്പെട്ട് ലോറി ഡ്രൈവർമാർ സമരത്തിലായതിനാലാണ് പാചകവാതക സിലിണ്ടറുകളുടെ വരവ് നിലച്ചത്. 6ാം ദിവസം പിന്നിടുകയാണ് ട്രക്ക് ഡ്രൈവർമാരുടെ സമരം. ഹോട്ടൽ ഉൾപ്പെടെയുള്ള മേഖലകളെയാണ് സമരം കാര്യമായി ബാധിച്ചത്. പാചകവാതക ഏജൻസികളിൽ ഗ്യാസ് സിലിണ്ടറുകളുടെ സ്റ്റോക്ക് തീരുന്നു. പാചകവാതക വിതരണം സ്തംഭനാവസ്ഥയിലേക്ക് എത്തുമെന്നാണ് വാർത്തകൾ. ജനങ്ങൾ ഭക്ഷണമില്ലാതെ വലയും. മംഗലാപുരത്തെ സൂറത്തുക്കലിൽ നിന്നും ദിവസേന 240 ട്രക്കുകളിലാണ് പാചകവാതകങ്ങൾ എത്തിയിരുന്നത്. എന്നാൽ വേതന വർധനവ് ആവശ്യപ്പെട്ട് ലോറി ഡ്രൈവർമാർ സമരത്തിലായതിനാലാണ് പാചകവാതക സിലിണ്ടറുകളുടെ വരവ് നിലച്ചത്. ട്രക്ക് ഡ്രൈവർമാരുടെ സമരം കാരണം ഇപ്പോൾ ലോഡ് വരാത്തത് ഞങ്ങൾക്ക് ഏകദേശം ഒരാഴ്ചയോളമായി. കഴിഞ്ഞ 14-ാം തീയതി ഓഗസ്റ്റ് 14-നാണ് ലാസ്റ്റ് ലോഡ് അടിച്ചത്. വന്ന ലോഡ് ശനിയാഴ്ചയോടെ തീർന്നു. ഇപ്പം സാധനം തീരെ സ്റ്റോക്കില്ല. ഡൊമസ്റ്റിക്, കമേഴ്ഷ്യൽ 5 കിലോ എന്നീ സിലിണ്ടറുകളൊന്നും തന്നെ സ്റ്റോക്കില്ല. ഇതിനെ തുടർന്നാൽ ഇപ്പോൾ തന്നെ അവസ്ഥ വളരെ മോശമാണ്. ഇതിനെ തുടരുകയാണെങ്കിൽ അവസ്ഥ വളരെ പരിതാപകരമാവും. ആയിരക്കണക്കിന് ജനങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലുകളെല്ലാം പാചകത്തിന് ഉപയോഗിക്കുന്നത് സിലിണ്ടറുകളെയാണ്. നഗരങ്ങളിലും ഗൃഹസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലും വീട്ടുകാർ ഭക്ഷണം പാചകം ചെയ്യാനും ഇത്തരം സിലിണ്ടറുകളെയാണ് പൂർണ്ണമായും ആശ്രയിക്കുന്നത്. പാചകവാതക സിലിണ്ടറുകൾ ലഭ്യമാവാതായതോടെ ഏവരും ബുദ്ധിമുട്ടിലേക്ക് നീങ്ങുകയാണ്.